നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കേന്ദ്രം. 2219 കോടി രൂപയുടെ പാക്കേജ് പരിഗണനയിൽ. അമിത്ഷായ്ക്ക് നിവേദനം നൽകി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള മലയാളി എംപിമാർ. പ്രതീക്ഷയിൽ സംസ്ഥാനം. പൊതുജനത്തിന് സപ്ലൈകോയുടെ ഇരുട്ടടി. അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ കൂട്ടി. അരി, പഞ്ചസാര, വൻപയർ, വെളിച്ചെണ്ണ ഇനി പൊള്ളും. വൈദ്യുതി നിരക്ക് വർധനയിൽ തീരുമാനം ഉടൻ. കൊല്ലം ചെമ്മാമുക്കിൽ യുവതിയെ തീകൊളുത്തി കൊന്നതിന് കാരണം സംശയം. ബിസിനസ് പങ്കാളിയുമായുള്ള അടുപ്പം കൊലയിലേക്ക് നയിച്ചെന്ന് മൊഴി. പ്രതിയുമായി തെളിവെടുത്ത് പോലീസ്. വയനാട് ചുണ്ടേലിൽ നടന്നത് ആസൂത്രിത കൊലപാതകമെന്ന് തെളിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. യുവർ പ്രദീപ് എന്ന ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്ത യുവാർ പ്രദീപൻ രാഹുൽ മാങ്കൂട്ടത്തിലും. നീല ട്രോളി ബാഗിൽ രാഹുലിന് ഉപഹാരം നൽകി നിയമസഭാ സെക്രട്ടേറിയറ്റ്. സമീപകാല സംഭവങ്ങളുമായി ഒരു ബന്ധവും ഇല്ലെന്ന സ്പീക്കറുടെ ഓഫീസ്. എല്ലാ MLA-മാർക്കും നൽകാറുണ്ട് എന്നും വിശദീകരണം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങ് വൈകിട്ട് ആസാദ് മൈതാനത്ത്. പ്രധാനമന്ത്രി പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയുടെ സംഭൽ സന്ദർശനം തടഞ്ഞ് UP പോലീസ്. പ്രതിപക്ഷ നേതാവിന്റെ അവകാശം ലംഘിക്കപ്പെട്ടെന്ന് രാഹുൽ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയെന്ന് കേന്ദ്ര സർക്കാർ. 2219 കോടി രൂപയുടെ പാക്കേജ് അന്തർമന്ത്രാലയ സമിതി പരിശോധിക്കുകയാണ്. കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കേരളത്തിലെ MPമാർ ഇന്ന് അമിത്ഷായെ കണ്ട് നിവേദനം നൽകിയിരുന്നു. രാജ്യസഭയിൽ നിന്നും ലോക്സഭയിൽ നിന്നുമുള്ള 23 MPമാരുടെ സംഘം ആണ് അമിത്ഷായെ കണ്ടത്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇന്ന് കേരളത്തിൽ നിന്നുള്ള MPമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിൽ ഇങ്ങനെയൊരു ആവശ്യവും ഉന്നയിച്ചിരുന്നു. അനുകൂലമായ ഒരു നിലപാടുണ്ടാകുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ന് പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, L3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യമായിരുന്നു കേന്ദ്ര സർക്കാരിനോട് നേരത്തെ കേരളം വ്യക്തമാക്കിയത്. പക്ഷേ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അത് ഇനി അറിയിക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അന്തർമന്ത്രാലയ സമിതി. ഇതുമായി ബന്ധപ്പെട്ട് 2219 കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നുള്ള കാര്യം MPമാരെ അമിത്ഷാ അറിയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. അത് പക്ഷേ L3 വിഭാഗമാണോ എന്നുള്ള കാര്യത്തെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഏതായാലും നാളെ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ MPമാർക്ക് നൽകാം, പ്രിയങ്ക ഗാന്ധിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് നൽകാമെന്നാണ് അമിത്ഷായുമായി നടത്തിയ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമിത്ഷാ വ്യക്തമാക്കിയെന്നാണ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കേന്ദ്രത്തിൽ നിന്ന് 23 അംഗ MPമാരുടെ സംഘമാണ് അമിത്ഷായെ കണ്ടത്. അതിൽ 2221 കോടിയുടെ അടിയന്തര പാക്കേജ് അനുവദിക്കണം. കാരണം 4 മാസം പിന്നിട്ടിട്ടുണ്ട് ഈ ഒരു ദുരന്തം. അതിൽ ഏറെ പേർ ദുരന്ത ജീവിതം ഇപ്പോഴും നയിക്കുകയാണ്. അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള ധനസഹായം ആശ്വാസകരമല്ല. കേന്ദ്രത്തിന്റെ ചട്ടപ്രകാരമുള്ള ധനസഹായം ആശ്വാസകരമായിട്ടുള്ള രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകണം. L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ഈ കത്തിലൂടെ, ഈ നിവേദനത്തിലൂടെ MPമാർ മുന്നോട്ട് വെച്ചത്. അതിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കേരളത്തിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള KV തോമസിനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നൽകിയിരുന്നു. അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഇതിനകം
നേരത്തെ തന്നെ കൃത്യമായ രീതിയിൽ പണം നൽകിയിട്ടുണ്ട്. 153 കോടി രൂപ നവംബർ മാസത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അത് പക്ഷേ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിനായും ഒപ്പം തന്നെ മറ്റ് അവശിഷ്ടങ്ങൾ ചെയ്യുന്നതിനുമായി മാത്രമാണ് ഈ ഒരു തുക അനുവദിച്ചിരിക്കുന്നതെന്നാണ് കേരളം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ 783 കോടി രൂപ നേരത്തെ ഈ സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിനായി നൽകുന്ന തുകയുമായി ബന്ധപ്പെട്ട് കൈമാറിയിട്ടുണ്ട്. അത് കേന്ദ്രത്തിന്റെ പക്കലുണ്ട്. അങ്ങനെ നിരവധി തുക നേരത്തെ ഈ സംസ്ഥാനത്തിന്റെ AG മുന്നോട്ട് നൽകിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം 3400-ലധികം കോടി രൂപ കേരളത്തിന്റെ പക്കലുണ്ട്. അത് പര്യാപ്തമാണ് ഈ ഒരു ദുരന്തത്തെ അതിജീവിക്കുക എന്നുള്ള ഒരു നിലപാടിലായിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാരെങ്കിൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന തരത്തിലാണ് നമുക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2219 കോടി രൂപ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ നടക്കുന്നു. അത് അന്തർമന്ത്രാലയത്തിന്റെ സമിതിയുടെ പക്കൽ അത് ഉണ്ട്. ഒപ്പം തന്നെ കേരളം നേരത്തെ നൽകിയിട്ടുള്ള കാര്യങ്ങൾ അത് ഓഗസ്റ്റ് 16-ാം തീയതി മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകിയത്. അന്ന് എത്ര പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്, കൂടാതെ തന്നെ എത്രത്തോളം പേർ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്, എത്ര പേർക്ക് 50% മുകളിൽ പരിക്കേറ്റിട്ടുണ്ട് തുടങ്ങിയടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. പക്ഷേ പിന്നീടുള്ള റിപ്പോർട്ടുകൾ നൽകിയിട്ടില്ല എന്നുകൂടി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്, എത്ര തുക കേരളത്തിൽ അനുവദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. തീർച്ചയായും എന്തായാലും അങ്ങനെ പരിഗണിക്കുന്നുവെങ്കിൽ 2000 കോടി രൂപയുടെ പാക്കേജ് പരിഗണിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന പ്രതികരണം തന്നെയാണ്. They will require to rebuild their lives is around 2,221 crores. 2,221. But that You got the assurance that you will be given? No, the assurance is that the center will give some help, and they will define what that help is, and that there will be some plan of action for relief. Till now, in Wayanad. 50 crores they have released already. Yes, but the devastation is immense. People have not just lost one member of the family. വില കൂട്ടി സപ്ലൈകോ. വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാർ പൊറുതിമുട്ടുമ്പോൾ അവശ്യ സാധനങ്ങളുടെ വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സപ്ലൈകോ. സബ്സിഡി സാധനങ്ങൾക്കാണ് വില കൂട്ടിയത്. ജയ അരി, പച്ചരി, വെളിച്ചെണ്ണ, വൻപയർ തുടങ്ങിയ സാധനങ്ങൾക്ക് വില കൂടും. സപ്ലൈകോയിൽ കിലോയ്ക്ക് 29 രൂപയായിരുന്ന ജയ അരിക്ക് 33 രൂപയാക്കി. 26 രൂപയായിരുന്ന പച്ചരി 3 രൂപ വർദ്ധിപ്പിച്ച് 29-ലേക്കെത്തി. വൻപയർ വില കുതിച്ചത് 75-ൽ നിന്ന് 79-ലേക്ക്. വെളിച്ചെണ്ണ വില കേട്ടാൽ പൊള്ളും. 55 രൂപയ്ക്ക് കിട്ടിയിരുന്ന 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇനി 65 രൂപ നൽകണം. 13 ഇന സബ്സിഡി സാധനങ്ങളിൽ പലതും സപ്ലൈകോയിൽ ഇല്ല. ഇതിനിടയിലാണ് വില വർധന. പൊതുവിപണിയിൽ സാധനങ്ങൾക്ക് വില കൂടിയതാണ് സപ്ലൈകോയെയും വില കൂട്ടാൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ഓണത്തിന് മുൻപ് 13 ഇന സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടിയിരുന്നു. വിതരണക്കാർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട്. വില കൂട്ടാതെ സപ്ലൈകോയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം. ക്രിസ്മസ് പുതുവത്സര വിപണി മുന്നിൽ കണ്ടാണ് സപ്ലൈകോയുടെ നീക്കം. എല്ലാ സബ്സിഡി സാധനങ്ങളും ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിക്കാൻ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണെന്നും സപ്ലൈകോ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം ഉടൻ ഉണ്ടാകും. ഡിസംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധം ആകും നിരക്ക് വർധന. ഈ വർഷം യൂണിറ്റിന് 40 പൈസയും ജനുവരി മുതൽ വേനൽക്കാല പ്രത്യേക നിരക്കായി യൂണിറ്റിന് 10 പൈസയും അധികം വർദ്ധിപ്പിക്കും എന്നാണ് KSEBിയുടെ ആവശ്യം. യൂണിറ്റിന് 20 പൈസ വർദ്ധിപ്പിക്കാനാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ആലോചന. ഉപതെരഞ്ഞെടുപ്പ് കാരണമാണ് നിരക്ക് വർധനയിൽ തീരുമാനം വൈകിയത്. ആയുഷിനും ദേവാനന്ദിനും അന്ത്യാഞ്ജലി. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ആയുഷ് ഷാജിക്ക് ജന്മനാടിൻ്റെ വിട. സംസ്കാരം കാവാലത്തെ വീട്ടുവളപ്പിൽ നടന്നു. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് ആയുഷിനെ അവസാന നോക്ക് കാണാൻ എത്തിയത്. ഇൻഡോറിൽ നേഴ്സായ അമ്മ ഉഷയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു
ആയുഷ് എന്ന മിടുക്കനായ വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പുകളും. നഴ്സിംഗ് ജോലികൾക്ക് ശേഷം കുട്ടികളെ ട്യൂഷനെടുത്തും മകന്റെ പഠനത്തിനായി പണം സ്വരുക്കൂട്ടി. ഇൻഡോറിൽ തന്നെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അച്ഛൻ ഷാജിയുടെയും ഉഷയുടെയും കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി ഏറ്റവും മിടുക്കനായി അവൻ വളർന്നു. സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ച് പറന്നുയരാൻ തുടങ്ങവേ അപ്രതീക്ഷിത വിധി. ഹൃദയം പിടയുകയാണ് ഈ അമ്മയ്ക്ക്. ഇൻഡോറിലാണ് കുടുംബം സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. അച്ഛൻ ഷാജിയുടെ നാടാണ് കാവാലം. എൻട്രൻസ് പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയപ്പോൾ ആയുഷ് ആലപ്പുഴ തിരഞ്ഞെടുത്തു. നാടും ആ തീരുമാനത്തിൽ സന്തോഷിച്ചു. എല്ലാ വെള്ളിയാഴ്ചയും ചെറിയച്ഛന്റെ വീട്ടിലെത്തും. ഞായറാഴ്ച ഹോസ്റ്റലിലേക്ക് മടക്കം. ഇനി ഒരിക്കലും മടങ്ങിപ്പോകാത്ത വിധം കാവാലത്തെ കുടുംബ വീടിന്റെ പിന്നാമ്പുറത്ത് മണ്ണോട് ചേർന്നു. 1.5 മാസം മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആയുഷിനെ ചേർത്ത് മടങ്ങുമ്പോൾ കരുതി വെച്ച പ്രതീക്ഷകളെല്ലാം കാവാലത്തെ 6 അടി മണ്ണിന് മുകളിലായി കണ്ണീരായി പെയ്തിറങ്ങുകയാണ്. പഠനത്തിലെ മികവ് കൊണ്ട് ആയുഷിന് പലയിടങ്ങളിൽ നിന്നും അഡ്മിഷന് കോള് വന്നിരുന്നു. പക്ഷേ എവിടേക്കും പോകാൻ ആയുഷ് തയ്യാറായില്ല. ആയുഷ് തിരഞ്ഞെടുത്തത് ആലപ്പുഴയാണ്, അച്ഛന്റെ സ്വന്തം നാട്. ഒരുപക്ഷെ പഠനം പൂർത്തിയാക്കുമായിരുന്നുവെങ്കിൽ കാവാലത്തിന്റെ പ്രിയപ്പെട്ട സ്വന്തം ഡോക്ടറാകുമായിരുന്നു ആയുഷ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ദേവനന്ദനും ജന്മനാട് യാത്രാമൊഴി ഏകി. കോട്ടയം മറ്റക്കരയിലെ കുടുംബ വീടിൻ്റെ വളപ്പിൽ ആണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. സങ്കടം താങ്ങാൻ ആകാതെയാണ് പ്രിയപ്പെട്ടവർ ദേവനന്ദനെ യാത്രയാക്കിയത്. ക്രിസ്തുമസ് അവധിക്ക് നാട്ടിൽ എത്താമെന്ന് അപ്പൂപ്പന് കൊടുത്ത വാക്കുപാലിക്കാനാകാതെ ദേവനന്ദനും വിട പറഞ്ഞു. പ്രിയപ്പെട്ടവരുടെ കണ്ണുനീർ സാക്ഷിയാക്കി. പിതൃസഹോദരൻ പ്രശാന്തിന്റെ മക്കളായ നവദേവും ആദിദേവും ചേട്ടന് വായ്ക്കരിയിട്ട് കർമ്മം ചെയ്തു. മറ്റക്കരയിലെ അശ്വതി വിലാസത്തിൽ ഉച്ചയ്ക്ക് 1:30 സംസ്കാര ചടങ്ങുകൾ തുടങ്ങി. അമ്മ രഞ്ജിമോളും അച്ഛൻ ബിനുരാജും ചേട്ടൻ ദേവദത്തനും അന്ത്യചുംബനം നൽകി അവസാന യാത്രയയപ്പ്. പിന്നാലെ ചിതയിൽ അവസാനഘട്ട കർമ്മങ്ങൾ. ഒടുവിൽ നാടിനു പ്രതീക്ഷയായി വളർന്നവൻ അഗ്നിയായി മടങ്ങി. ജി ശ്രീജിത്ത്, കോട്ടയം. ഭാര്യയുടെ ജീവനെടുത്ത തീക്കളി. കൊല്ലം ചെമ്മാമുക്കിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയത് സംശയത്തെ തുടർന്ന് എന്ന് പ്രതി പത്മരാജന്റെ മൊഴി. അനിലയ്ക്ക് കച്ചവട സ്ഥാപനത്തിലെ പങ്കാളി ഹനീഷുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് കുറ്റസമ്മതം. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അനിലയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പത്മരാജനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. നടുറോഡിൽ വീട്ടമ്മയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിൽ നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ചെമ്മാമുക്ക് ഇപ്പോഴും മുക്തമായിട്ടില്ല. അദ്ദേഹത്തിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹനീഷുമായി അനിലയ്ക്ക് ഒരു അവിഹിതമായ ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സംശയത്തിലായിരുന്നു ഇങ്ങനെയൊരു പ്രകോപനത്തിലേക്ക് പത്മരാജൻ കടന്നത് എന്ന സൂചനകളാണ് പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത്. വാഹനത്തിൽ അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ഹനീഷാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ നേരെ വന്ന് യാതൊരു പ്രകോപനവും കൂടാതെ വാഹനത്തിനുള്ളിലേക്ക് ഈ പെട്രോൾ ഒഴിച്ചതിന് ശേഷം തീ കൊളുത്തിയത് എന്നും അന്വേഷണ സംഘത്തോട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അനിലയുടെ മരണം ഉറപ്പാക്കിയ ശേഷം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ ഭർത്താവ് പത്മരാജൻ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് നടത്തിയ കുറ്റസമ്മതം ഇങ്ങനെ: ഹനീഷുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അനില അനുസരിച്ചില്ല. കൺമുന്നിലിട്ട് ഹനീഷ് കഴിഞ്ഞ ദിവസം തന്നെ മർദ്ദിച്ചിട്ടും പിടിച്ചുമാറ്റാൻ പോലും ഭാര്യ തയ്യാറായില്ല. ഇത് മാനസികമായി തന്നെ ഏറെ തകർത്തു. ഭാര്യയെ വകവരുത്തിയതിൽ കുറ്റബോധമില്ലെന്നും വിഷമമുള്ളത് തനിച്ചായ 14 വയസ്സുകാരിയായ മകളെ ഓർത്ത് മാത്രമാണെന്നുമാണ് പ്രതിയുടെ മൊഴി.
അതേസമയം പ്രകോപനമൊന്നും കൂടാതെയാണ് നട റോഡിൽ വാഹനം തടഞ്ഞ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് വാഹനത്തിന് തീ കൊളുത്തിയതെന്നും രക്ഷപ്പെടുത്താനാവാത്ത വിധം മാംസം അടർന്നുപോയ നിലയിലായിരുന്നെന്നും സംഭവത്തിന് ദൃക്സാക്ഷികളായ യുവാക്കൾ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഞങ്ങൾ ഓടി വന്ന് അടുത്ത് വന്നപ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് കത്തി വന്നിട്ട് അടുത്തോട്ട് പോകാൻ വയ്യ. മാക്സിമം അവർക്ക് അപ്പോഴത്തേക്ക് ഒരു 90-95% പുള്ളി മാറിയവർ. നമുക്ക് ഇവരുടെ മാംസം വിട്ടുമാറിക്കൊണ്ടിരിക്കുവായിരുന്നു. നമ്മളെ പച്ചില വെച്ച് അണയ്ക്കാൻ നോക്കി തീയാണെങ്കിൽ ലാസ്റ്റ് ചാക്ക് എടുത്തോണ്ട് പിടിച്ച് ഇങ്ങോട്ട് വലിച്ചെടുത്ത് മാംസം വിട്ടുമാറുക. സ്ഥലത്ത് ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. തെളിവെടുപ്പിനായി പ്രതിയെ സ്ഥലത്തെത്തിച്ചപ്പോഴും ഭാവഭേദങ്ങൾ ഒന്നും കൂടാതെയാണ് പത്മരാജൻ കൃത്യമായ ആസൂത്രണത്തോടെ ഭാര്യ അനിലയെ വകവരുത്തിയതിന്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. കൊല്ലം ചൊമ്മാമുക്കിൽ നിന്നും ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വയനാട് ചുണ്ടേലിൽ ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ച സംഭവം ആസൂത്രിതമായ കൊലപാതകമെന്ന് കണ്ടെത്തൽ. ചുണ്ടേൽ സ്വദേശി അബ്ദുൽ നവാസ് മരിച്ച സംഭവത്തിൽ ജീപ്പ് ഓടിച്ചിരുന്ന സുമിൽ ഷാദിനെയും ഇയാളുടെ സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുമിൽ ഷാദിന് നവാസിനോടുണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് സൂചന. തിങ്കളാഴ്ച രാവിലെ 8:30 ചുണ്ടേൽ എസ്റ്റേറ്റ് ഫാക്ടറിക്ക് സമീപമായിരുന്നു നവാസിന്റെ മരണത്തിനിടയാക്കിയ അപകടം. നവാസ് സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയും എതിരെ വരികയായിരുന്ന ജീപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു. വാഹനത്തിരക്ക് വളരെ കുറവായ നേരെയുള്ള റോഡിൽ അപകട സാധ്യത തീരെയില്ലെന്നും ഇത് മനഃപൂർവ്വമുണ്ടാക്കിയ അപകടമാണെന്നും നാട്ടുകാർ ആരോപിച്ചിരുന്നു. അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി നവാസിന്റെ ബന്ധുക്കളും പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം അപകടമല്ലെന്നും ആസൂത്രിതമായ കൊലപാതകമാണെന്നും കണ്ടെത്തിയത്. മുഖ്യപ്രതിയായ സുമിൽ ഷാദ് സംഭവത്തിന് മുൻപ് ചുണ്ടേൽ എസ്റ്റേറ്റ് പള്ളിക്ക് സമീപം 1 മണിക്കൂറോളം ജീപ്പുമായി നവാസിനെ കാത്തുനിന്നതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. നവാസ് ഓട്ടോയിൽ വരുന്നതായുള്ള ഫോൺ കോൾ ലഭിച്ചതിന് പിന്നാലെയാണ് സുമിൽ ഷാദ് ജീപ്പുമായി മുന്നോട്ടു പോയത്. തുടർന്ന് ജീപ്പുമായി എത്തി എതിരെ വരികയായിരുന്ന ഓട്ടോറിക്ഷയെ ഇടിച്ചു തെറിപ്പിച്ചു. സംഭവത്തിൽ സുമിൽ ഷാദിനും പരിക്കേറ്റിരുന്നു. അപകടത്തിനിടയാക്കിയ ജീപ്പ് ഓടിച്ചിരുന്ന സുമിൽ ഷാദും നവാസും തമ്മിലുള്ള മുൻ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തി. ഫോൺ രേഖകളടക്കം പരിശോധിച്ചാണ് പോലീസ് തെളിവുകൾ കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിനിടെ സുമിൽ ഷാദ് കുറ്റം സമ്മതിച്ചു. കൊലപ്പെടുത്താനുള്ള കാരണം വ്യക്തിവൈരാഗ്യവും മന്ത്രവാദവുമെന്നാണ് പ്രതിയുടെ മൊഴി. സുമിൽ ഷാദിന്റെ ഹോട്ടലിന് മുന്നിൽ മന്ത്രവാദം ചെയ്ത സംഭവമാണ് വൈരാഗ്യത്തിന് കാരണം. നവംബർ 30 ഹോട്ടലിന് മുൻവശത്തു വെച്ച് വാഴയിൽ വെച്ച നിലയിൽ കോഴിയുടെ തല, പട്ട്, ഭസ്മം, മഞ്ഞപ്പൊടി, വെറ്റില, പാക്ക് എന്നിവ ലഭിച്ചിരുന്നു. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ നവാസാണ് കോഴിയുടെ തല ഉൾപ്പെടെ കടയുടെ മുന്നിൽ കൊണ്ടുവച്ചതെന്ന് കണ്ടെത്തി. തുടർന്നാണ് സുമിൽ ഷാദ് സഹോദരൻ അജിന്റെ സഹായത്തോടെ നവാസിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് പോലീസ് പറയുന്നു. നവാസിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണെന്നും തെളിഞ്ഞു. സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പ്രതിയുടെ പിതാവ് നടത്തുന്ന ഹോട്ടലിന്റെ ചില്ലുകൾ ബൈക്കിലെത്തിയ സംഘം കല്ലെറിഞ്ഞ് തകർത്തു. നവാസിന്റെ കൊലപാതകത്തിൽ സമഗ്രാന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഹോട്ടലിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. ന്യൂസ് 18 വയനാട്. ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. സേലം സ്വദേശി ധനപാൽ ആണ് മരിച്ചത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപം പുലർച്ചെ ആയിരുന്നു അപകടം. തമിഴ്നാട്ടിൽ നിന്നും ചരക്കുമായി കേരളത്തിലേക്ക് വന്ന ലോറിയും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസും ആണ് ഇടിച്ചത്. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഉത്സവത്തിനുള്ള ആന എഴുന്നള്ളിപ്പിൽ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഹൈക്കോടതിയുടെ അധികാരത്തെ പരസ്യമായി വെല്ലുവിളിച്ചു എന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. സുരക്ഷാ കാരണങ്ങളെ തുടർന്നാണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് എന്ന് മനസ്സിലാക്കാത്തതെന്ത് എന്ന് കോടതി ചോദിച്ചു. മതത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനാകില്ല എന്നും കോടതി പറഞ്ഞു. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിൽ ആന എഴുന്നള്ളിപ്പിൽ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചു. ചേലക്കര MLA UR പ്രദീപും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. UR പ്രദീപ് സഗൗരവം ആണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ദൈവനാമത്തിൽ ആയിരുന്നു രാഹുലിന്റെ സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാർ, പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ MLA മാർക്ക്
നീല ട്രോളി ബാഗിൽ പുസ്തകങ്ങൾ നൽകി നിയമസഭാ സെക്രട്ടേറിയറ്റ്. നിയമസഭാ നടപടിക്രമങ്ങൾ, ഭരണഘടന എന്നിവ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ ആണ് ബാഗിൽ നൽകിയത്. പുതിയ MLA-മാർക്ക് സാധാരണ നൽകാറുള്ള രേഖകൾ ആണ് എന്നും സമീപകാല സംഭവങ്ങളുമായി ഒരു ബന്ധവും ഇല്ല എന്നുമാണ് സ്പീക്കറുടെ ഓഫീസിന്റെ വിശദീകരണം. എല്ലാ MLA-മാർക്കും ഇത്തരത്തിൽ നൽകാറുണ്ട് എന്നും ഓഫീസ് വ്യക്തമാക്കി. ഇടവേള. തർക്കങ്ങൾക്കൊടുവിൽ ഫട്നാവിസ് തന്നെ. പതിനൊന്ന് ദിവസം നീണ്ട പ്രതിസന്ധിക്കൊടുവിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു. BJP പാർലമെന്ററി പാർട്ടി യോഗമാണ് ഫട്നാവിസിനെ നേതാവായി തെരഞ്ഞെടുത്തത്. സത്യപ്രതിജ്ഞ നാളെ നടക്കുമെന്ന് ആവർത്തിക്കുമ്പോഴും ആഭ്യന്തര വകുപ്പ് ആർക്ക് എന്നതിൽ അവ്യക്തത തുടരുകയാണ്. ദേവേന്ദ്ര ഫട്നവിസ് മഹാരാഷ്ട്രയുടെ 21ാമത്തെ മുഖ്യമന്ത്രിയാകും. മഹായുതി സഖ്യ നേതാക്കൾ മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഫട്നവിസ് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രഖ്യാപിച്ചത്. മുംബൈയിലെ ആസാദ് മൈതാനിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടെയാണ് പ്രഖ്യാപനം. ഗവർണർ CP രാധാകൃഷ്ണനെ ശിവസേന അധ്യക്ഷൻ ഏക്നാഥ് ഷിൻഡെ, NCP നേതാവ് അജിത് പവാർ എന്നിവർക്കൊപ്പം ചെന്ന് കണ്ടാണ് ഫട്നവിസ് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചത്. നാളെ വൈകിട്ട് 5:30 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. BJP നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമുണ്ടെന്നും 132 MLA-മാരുടെ പിന്തുണയില്ലാതെ താൻ ഇവിടെ നിൽക്കില്ലെന്നും ഫട്നവിസ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണയ്ക്കുള്ള നന്ദി വ്യക്തമാക്കിയ അദ്ദേഹം BJP-യുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ മഹാരാഷ്ട്രയിൽ വികസനം കൊണ്ടുവരുമെന്ന് അവകാശപ്പെട്ടു. माननीय राज्यपाल जी ने हमें आमंत्रित किया है सरकार बनाने के लिए. नई सरकार का शपथ विधि ये 5 तारीख को शाम को 5:30 बजे ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. കാത്തുനിൽക്കാതെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന അജിത് പവാറിന്റെ വാക്കുകൾ വാർത്താസമ്മേളനത്തിൽ ചിരി പടർത്തി. और हम तीनों ने और हमारी टीम ने जो काम किया है वो उल्लेखनीय है. उसके इतिहास में उसका सुनहरे अक्षरों में लिखा जाएगा. इतने बड़े निर्णय लिए, इसकी हमें खुशी है. കഴിഞ്ഞ 2.5 വർഷത്തോളം മഹായുതി സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്ന് ഏക്നാഥ് ഷിൻഡെ അവകാശപ്പെട്ടു. അത് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടും. വലിയ തീരുമാനങ്ങളെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നും ശിവസേന അധ്യക്ഷൻ ഏക്നാഥ് ഷിൻഡെ രാജ്ഭവന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 11 ദിവസത്തെ അനിശ്ചിതത്വം അവസാനിപ്പിച്ച് മഹായുതി ദേവേന്ദ്ര ഫട്നവിസിനെ മുഖ്യമന്ത്രിയായി അംഗീകരിക്കുമ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരമായി തന്നെ BJP ഉയർത്തിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനാതിർത്തിയിൽ UP പോലീസ് തടഞ്ഞതിനാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സംഭാര സന്ദർശനം മുടങ്ങി. ഒപ്പമുള്ള MP സംഘത്തെ ഒഴിവാക്കി ഒറ്റയ്ക്ക് പോകാമെന്ന നിർദ്ദേശവും UP പോലീസ് അംഗീകരിച്ചില്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലെ ഭരണഘടനാ അവകാശമാണ് തടഞ്ഞത് എന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭാലിലെ സംഘർഷസ്ഥലത്തേക്ക് ആരും വരേണ്ടതില്ലെന്നാണ് UP സർക്കാർ നിലപാട്. UPയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവ് അടക്കം പ്രതിപക്ഷത്തു നിന്ന് ആരെയും അവിടേക്ക് കടത്തിവിട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാക്കൾ വന്നാൽ പ്രകോപനമുണ്ടാകുമെന്നും അതിനാലാണ് വിലക്കെന്നുമാണ് മൊറാദാബാദ് ഡിവിഷണൽ കമ്മീഷണറുടെ വിശദീകരണം. ഇന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും UP പോലീസ് തടഞ്ഞു. ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തിയായ ഗാസിപ്പൂരിൽ രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും റോഡിന് കുറുകെ ബാരിക്കേഡുകൾ നിർത്തിയാണ് UP പോലീസ് തടഞ്ഞത്. MPമാരായ KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കളും രാഹുലിന് ഒപ്പമുണ്ടായിരുന്നു. നേതാക്കളെ തടഞ്ഞതോടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പ്രിയങ്കയും അടക്കം 5 പേരെ കടത്തിവിടണമെന്ന ആവശ്യവും UP പോലീസ് തള്ളി. ഒടുവിൽ UP പോലീസിനൊപ്പം
താൻ ഒറ്റയ്ക്ക് വരാമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശവും യോഗി ആദിത്യനാഥിന്റെ പോലീസിന് സ്വീകാര്യമായിരുന്നില്ല. പ്രതിപക്ഷ നേതാവിന്റെ ഭരണഘടനാ അവകാശമാണ് തടയുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി. नेता प्रतिपक्ष है, उनका संवैधानिक अधिकार है, उनको मिलना चाहिए, उनको इजाजत देनी चाहिए थी जाने की. ഒടുവിൽ ഭരണഘടന ഉയർത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ये कॉन्स्टिट्यूशन के खिलाफ है. हम सिर्फ संभल जाना चाहते हैं, देखना चाहते हैं वहाँ क्या हुआ, लोगों से मिलना चाहते हैं. मगर हमारा जो कॉन्स्टिट्यूशनल अधिकार है, मेरा जो कॉन्स्टिट्यूशनल अधिकार है, उसको मुझे दिया नहीं जा रहा है. तो यही है, नया हिंदुस्तान है, कॉन्स्टिट्यूशन को ख़त्म करने का हिंदुस्तान है, अम्बेडकर जी के कॉन्स्टिट्यूशन को ख़त्म करने का हिंदुस्तान है. मगर हम लड़ते रहेंगे. പ്രതിപക്ഷ നേതാവിനെ പോലും തടഞ്ഞത് മുൻനിർത്തി സംഭവ സംഘർഷത്തിൽ UP സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. സംഭൽ സന്ദർശനവും കാർഷിക വിഷയങ്ങളും ഉന്നയിച്ച് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. രാഹുൽ ഗാന്ധിക്ക് സന്ദർശനാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ലോക്സഭയിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയി. കാർഷിക വിഷയങ്ങൾ ഉന്നയിച്ച് രാജ്യസഭയിൽ പ്രതിപക്ഷം നോട്ടീസ് നൽകിയെങ്കിലും ചെയർമാൻ തള്ളി. പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ നേതാവുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. അവസരോചിതമായി ഇടപെട്ട് അനുയായികൾ അക്രമിയെ തടഞ്ഞതിനാൽ ബാദലിന് പരിക്കേറ്റില്ല. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് തീവ്രവാദി സംഘടനയായ BKI അംഗം നരേൻ സിംഗ് ചൗരയാണ് വെടിയുതിർത്തത്. യൂറോപ്യൻ സ്പേസ് ഏജൻസിക്കായി ISRO നടത്താനിരുന്ന പ്രോബ 3 വിക്ഷേപണം മാറ്റിവെച്ചു. ഇന്ന് വൈകിട്ട് 4:08 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് വിക്ഷേപണം തീരുമാനിച്ചിരുന്നത്. ഉപഗ്രഹത്തിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിയത്. വ്യാഴാഴ്ച വൈകിട്ട് 4:12 പുതുക്കിയ വിക്ഷേപണ സമയം. സംസ്ഥാന സർക്കാരിൻ്റെ പൂജാ ബമ്പർ നറുക്കെടുപ്പിൽ 12 കോടിയുടെ ഒന്നാം സമ്മാനം CJ325526 എന്ന ടിക്കറ്റിന്. കൊല്ലത്തും ഉള്ള ജയകുമാർ ലോട്ടറീസ് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം അടിച്ചിട്ടുള്ളത്. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്താണ് ജയകുമാർ ലക്കി സെന്റർ പ്രവർത്തിക്കുന്നത്. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇനി സകലമാന കേരളവുമായി ഹരികൃഷ്ണൻ ചേരും. നമസ്കാരം.